പ്രൈസ് ദി ലോർഡ്. ആദ്യമായി പ്രാർത്ഥനാദിന UK അയർലൻഡ് ചാപ്റ്ററിൻ്റെ പേരിൽ എല്ലാ സഹോദരി സഹോദരന്മാരെയും വെൽക്കം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കാം. അതിനായി ഞാൻ നെൽസൺ ബ്രദറിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ UK അയർലൻഡ് മീറ്റിംഗിന്റെ ചാപ്റ്ററിന്റെ മീറ്റിംഗ് ആയി മന്ത്ലി മീറ്റിംഗ് ആയി കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ വൈകിയ വേളയിൽ കർത്താവെ ഞങ്ങൾക്ക് UK അയർലൻഡ് ചാപ്റ്ററിന്റെ കർത്താവെ മന്ത്ലി മീറ്റിംഗ് ആയി ഞങ്ങൾക്ക് ദിവസങ്ങളിൽ കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഹല്ലേലൂയ ഈ പ്രവർത്തനങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. അനേകർക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവെ ഹല്ലേലൂയ അനേകർക്ക് കൈത്താങ്ങൾ കൊടുക്കുവാനും ആമേൻ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷ മുഖത്ത് ആമേൻ സ്തോത്രം അനേക ലോക രാജ്യങ്ങളിൽ ഹല്ലേലൂയ വിവിധ ദേശങ്ങളിലൊക്കെയും വചനം ഹല്ലേലൂയ എത്തിക്കുവാനും ആമേൻ ദൈവം ഈ പ്രവർത്തനത്തെ ദൈവം ഇത്രത്തോളം എടുത്ത് ഉപയോഗിച്ച ദൈവത്തിന്റെ നല്ല കൃപകൾക്കായി സ്തോത്രം. പ്രത്യേക ബെൻസൺ പാസ്റ്ററെ കുടുംബമായി ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദാസനെ മാനിക്കണം, ശക്തീകരിക്കണം, വീണ്ടും കൃപകൾ കൊടുത്ത് അനുഗ്രഹിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ ദൈവദാസന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക UK അയർലൻഡ് ചാപ്റ്ററിൻ്റെതായ എല്ലാ സ്തോത്രം ഭാരവാഹികളെയും കർത്താവെ ഹല്ലേലൂയ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ സ്തോത്രം കർത്താവെ ഈ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നടക്കുന്ന ഈ കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. ദൈവത്തെ പാടി ആരാധിക്കുവാനും സ്തുതിക്കുവാനും അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനകൾ ദിവസം നിന്ന് കേൾക്കുവാൻ തക്കണം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ ദൈവത്തിന്റെ പ്രവൃത്തി കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തണമേ. വചന സംസാരിപ്പിന് ദാസന്മാരെ ദൈവം എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന ദാസനെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരുക്കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാന്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് രാത്രികാലം വെളിപ്പെടുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മനോമഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു നെൽസൺ ബ്രദറെ. അടുത്ത വെൽക്കം ആൻഡ് ഇൻട്രൊഡക്ഷന് വേണ്ടി പ്രാർത്ഥനാ ധ്വനി അയർലൻഡ് ചാപ്റ്ററിന്റെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ സിബി പാസ്റ്ററിനെ ക്ഷണിച്ചോളൂ. കർത്താവിന്റെ ധന്യവും പൗത്രവുമായ തിരുനാമം മനോഹരമേറിയ നല്ല വൈകിവേളയിൽ മഹത്വം എടുക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ വലിയവരും വിശുദ്ധനുമായ ദൈവമായ കർത്താവ് ഇടവരുത്തുന്ന എല്ലാ നല്ല ശ്രേഷ്ഠകരമേറിയ അനുഭവങ്ങളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മ നമുക്ക് ക്രമീകരിപ്പാൻ കർത്താവ് ഭാഗ്യം ഒരുക്കിയല്ലോ. അതിന് സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ഈ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾ അർപ്പണം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ബഹുമാനിയ ബെൻസൺ പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർദാസിന് ദൈവം നൽകിയ ആഴമായ ദൈവിക കാഴ്ചപ്പാട്, ദൈവിക വെളിപ്പാടുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 25 വർഷത്തിലധികമായി പ്രാർത്ഥന തുണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുക്കാൻ കൊടുപ്പാൻ കർത്താവിന്റെ അഭിഷത്തിനെ ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർദാസിലൂടെ ചെയ്തെടുക്കുന്ന എല്ലാ നല്ല ദൈവിക ശുശ്രൂഷകൾക്കായി ദൈവത്തിന് മഹത്വം തരുന്നു. ഈ അനുഗ്രഹീതമായ മീറ്റിംഗിലേക്ക് കർത്താവിന്റെ ദാസനെ ഞങ്ങളാർദ്ദമായി വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം നന്മയെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രാർത്ഥന തുനിയുടെ UK അയർലൻഡ് ചെയർമാൻമാരായിരിക്കുന്ന ബഹുമാനീയ കർത്തവ്യന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇവിടെയായി നമ്മുടെ നടുവിലായിരിക്കുന്ന പാസ്റ്റർ വിൽസൺ മാത്യു അവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്തദാസന്റെ സേവനങ്ങൾ കഴിഞ്ഞ നാളുകളേറെ അനുഗ്രഹീതമായി തീരുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ടല്ലോ. കർത്തദാസനെയും ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മനോഹരമേറിയ ദൈവത്തിന്റെ ആലോചനകൾ നമ്മെ അറിയിപ്പാൻ നമ്മുടെ നടുവിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ റോജിൻ TS അവറുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ മാത്യു അവറുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താദാസൻ ഈ മീറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ കോർഡിനേറ്റ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താദാസനെയും ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് വന്ദനം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഗാന ശുശ്രൂഷകൾക്ക് കർത്താവിൽ നിയോഗിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അഭിഷേക് പോൾ അവറുകൾ, അതുപോലെ തന്നെ ഷൈൻ തോമസ് അവറുകൾ, അതിയായ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെയും ഈ കൂട്ടായ്മയിലേക്ക് വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന്
ഓരോ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ കർത്താവിൽ നിയോഗിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കൂട്ടായ്മയിലേക്ക് വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വൈകിവേളയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ ശ്രദ്ധിപ്പാനൊക്കെ ഈ രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ആമേൻ. ഈ രാത്രിയിൽ നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിനേറെ അനുഗ്രഹമായി ദൈവനാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമായി തീരുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകട്ടെ. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിന് സന്നിധിയിലായിരിക്കാം. ഒരിക്കലൂടെ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വന്ദനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സിബി പാസ്റ്റർ. അടുത്ത നമുക്ക് ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനായി ഞാൻ കൊയർ ടീമിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ UK ആൻഡ് അയർലൻഡ് ചാപ്റ്ററിന്റെ പ്രാർത്ഥനാധനിയുടെ മീറ്റിംഗായി കടന്നു വരുവാൻ തക്കൊണ്ട് ഒരിക്കൽ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പ്രസിഡന്റായിരിക്കുന്ന ബെൻസൺ പാസ്റ്റർ, ഇവിടുത്തെ ഈ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന മാത്യു പാസ്റ്റർ, ശേഷം കൂടിയെന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അല്പസമയം ദൈവത്തെ പാടി സ്തുതിക്കാം. ചില പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാൽ നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. എന്റെ പേർക്കായി തകർക്കപ്പെട്ട നിൻ തിരുമാർവിൽ ഞാൻ ചാരിടുന്നേ. എന്റെ പേർക്കായി തകർക്കപ്പെട്ട നിൻ തിരുമാർവിൽ ഞാൻ ചാരിടുന്നേ.
എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നാം ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ ഗ്രൂപ്പിന്റെ പേര് തന്നെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥന ധ്വനി എന്നാണല്ലോ. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി, ആത്മീക വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പല വിഷയങ്ങൾക്കും ഹല്ലേലൂയ മറുപടി വൈകുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഹല്ലേലൂയ ഇന്നും ജീവിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ദൈവം വാഗ്ദത്തം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ഹല്ലേലൂയ പ്രാർത്ഥന മറുപടി നൽകുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ ദൈവം നമ്മളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഈ ഹല്ലേലൂയ കാലം ഹല്ലേലൂയ ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട് എന്ന പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. അനുദപിച്ചാൽ അവമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം,
വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനാകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. മാറയെ മാധുര്യമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. മാറയെ മാധുര്യമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനാകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം താകുന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഉണ്ടല്ലോ കർത്താവേ. സ്തോത്രം കർത്താവേ. അങ്ങ് ഞങ്ങൾ വാഗ്ദത്തം ദൈവമായിരിക്കാൽ സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ വാക്കുകൾ കർത്താവേ എല്ലായ്പ്പോഴും കർത്താവേ ആണല്ലോ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ മക്കൾ കർത്താവേ ദൂഷ്യങ്ങളുമായി കടന്നു വരുമ്പോൾ കർത്താവേ സ്തോത്രം കർത്താവേ. ദൈവമേ ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ദാസന്മാരുടെ ഹൃദയം ഹല്ലേലൂയ, കണ്ണുകൾ ഹല്ലേലൂയ ദൈവമേ യജമാന്റെ കയ്യിലേക്കും ഹല്ലേലൂയ. ദാസിയുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കുന്ന പോലെ ഹല്ലേലൂയ ഞങ്ങളുടെ കണ്ണുകൾ കർത്താവേ ഞങ്ങൾ സ്വർഗ്ഗസ്നായ പിതാവിലേക്ക് ഹല്ലേലൂയ അവിടേക്ക് വയ്ക്കുവോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വാഗ്ദത്തം ചെയ്ത വാക്കുമാറാത്ത ദൈവം ഹല്ലേലൂയ. ഇന്നും വിശ്വസ്തനായ ഞങ്ങൾ പലപ്പോഴും വാക്കുമാറിയപ്പോൾ ഹല്ലേലൂയ ദൈവമേ സ്തോത്രം ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരുന്നപ്പോഴും ഹല്ലേലൂയ അങ്ങ് ഞങ്ങൾ വിട്ടുമാറാതെ കർത്താവേ സ്തോത്രം
ഹല്ലേലൂയ. ഒരു നല്ല പിതാവായി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങളെ മടക്കി വരുത്തുവാൻ ഞങ്ങൾ മടങ്ങി വരുവാൻ തക്കോണം ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ തോന്നി ഹല്ലേലൂയ ഞങ്ങളുടെ മടങ്ങി വരാൻ വേണ്ടി ഹല്ലേലൂയ കാത്തിരുന്ന പിതാവിനായി സ്തോത്രം ചെയ്ത് കർത്താവേ സ്തോത്രം കർത്താവേ. വിധവിഷയ പ്രാർത്ഥന വിഷയങ്ങളുമായി തിരുസിന് അടുത്ത് വരുവാൻ തക്കോണം ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ഈ രാത്രി കാലം ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിന്റെ അത്ഭുത മറുപടി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ അങ്ങേക്ക് തക്ക മഹത്വം കരയേറ്റു ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പസമയം തിരുസിനായിരിക്കും കർത്താവ് കൃപാന് പോയി പാടി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാട്ടുകൾ പാടുവാൻ ഞങ്ങൾ ബലപ്പെടുത്തുവല്ലോ കർത്താവേ. ആരാധ്യം ബലപ്പെടുത്തുവല്ലോ കർത്താവേ. ഹല്ലേലൂയ. അടിയങ്ങളുടെ ആരുടെ ആത്മീയ ജീവിതത്തിലെ ഭൗതികത്തിലെ പുറവും കണക്കിടലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തങ്കച്ചുടെ കഴികളെ ശുദ്ധീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തോന്നുള്ള ഓരോ നിമിഷം സാന്ത്വനം പാടി ഞങ്ങളെ സഹായിക്കണം. കൃപയെ പുതിയ സകലം ഞങ്ങൾക്ക് വേണ്ടി കാൽവരക്കുറിച്ച് തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു അഭിലാഷ് ബ്രദറെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വചന കേൾവിക്കായി കടന്നു പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവെ, ഈ ഇന്നത്തെ മീറ്റിംഗ് കർത്താവെ ഇന്ന് എന്നോട് ഹൃദ്യമായി സംസാരിക്കണമേ. കർത്താവെ, എൻ്റെ ഉള്ളത്തോട് അങ്ങ് സംസാരിക്കണമേ. കർത്താവെ, അങ്ങയുടെ ദാസനെ അങ്ങ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായി ഞാൻ പാസ്റ്റർ റോജിൻ TS പ്രാർത്ഥനാധ്വനി മിഷൻ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ധ്വനി UK ചാപ്റ്ററിന്റെ ഞാൻ ചിന്തിക്കുന്ന പ്രഥമ പ്രാർത്ഥനാ മീറ്റിംഗിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആമേൻ നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ദൈവവചനവുമായി നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. മാത്യു പാസ്റ്റർ പ്ലീസ് ഒരു കാര്യം, അഭിലാഷ് ബ്രദർ ഒരു പാട്ടും കൂടെ ഒന്ന് പാടാവോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒന്ന് പാടാവോ? പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ആമേൻ സ്തോത്രം സ്തോത്രം. താങ്ക് യു അഭിലാഷ് ബ്രദർ. അല്പസമയത്ത് ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒരാൾ വായിച്ചാട്ടെ. റെഫറൻസ് എന്നിട്ട് പറഞ്ഞ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ തന്ന്, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ധ്വനിയുടെ പ്രഥമ പ്രാർത്ഥനാ സംഗമത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം അപ്പൊ ആ പ്രാർത്ഥന എന്ന വരദാനമാണ് കർത്താവെ. അപ്പൊ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പിരിവാൻ ദൈവം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വർഗം അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യും. കൃപ കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രത്യേകിച്ച് ഈ ടീമിന്റെ നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവറുകൾ, അതോടൊപ്പം കോർഡിനേറ്റർ പാസ്റ്റർ മാത്യു അവറുകൾ, ഇതിന്റെ ചുമതല നിർവഹിക്കുന്ന ശ്രേഷ്ഠന്മാരായ അനുഗ്രഹീത ദേവദാസന്മാർ പാസ്റ്റർ വിൽസൺ മാത്യു, ഇന്ന് വർഷിപ്പിന് നേതൃത്വം നൽകിയ പ്രിയ അഭിലാഷ് ബ്രദർ, പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ സ്നേഹം ഇന്നത്തെ അറിയിക്കുന്നു. എനിക്കറിയാം നമ്മുടെ സമയം അല്പം മുൻപോട്ട് പോയി. ഇന്ന് ഞാൻ പ്രിയ മാത്യു പാസ്റ്ററിനോട് സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ ദൈവം ഏൽപ്പിച്ചൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടീമിന്റെ തന്നെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മളെല്ലാവരും നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങള് പ്രാർത്ഥനയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എങ്കിലും പ്രാർത്ഥനയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നതും കേൾക്കുന്നതും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് തന്നെ നമ്മൾ പ്രാർത്ഥനയാണ്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഇവിടെ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം, സ്തോത്രം, കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തീർന്ന ശേഷം. അപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ആ പ്രാർത്ഥന അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരവും അതിനുള്ള സാഹചര്യങ്ങളും ശിഷ്യന്മാർ ഒരുക്കി കൊടുത്തു. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം. പ്രാർത്ഥിക്കുവാൻ ഇരുന്നാൽ ഒരു ശിഷ്യന്മാരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. സ്തോത്രം. ശിഷ്യന്മാർ തീർന്ന ശേഷം, അതിന്റെ ബിറ്റ്വീൻ ഒരു ഒന്നല്ല, ആ പ്രാർത്ഥന തീർന്ന ശേഷം. കാര്യം, നമ്മൾ 5 മിനിറ്റ് പ്രാർത്ഥിക്കാനിരുന്നാലും 10 മിനിറ്റ് ആയാലും 1 മണിക്കൂർ ആയാലും പ്രാർത്ഥന എന്ന് പറയുന്നത് പരിപാവനമായ ഒരു ശുശ്രൂഷയാണ്. ദൈവത്തോടുള്ള ബന്ധമാണ്, കമ്മ്യൂണിക്കേഷനാന്നുള്ള ബോധ്യം ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം. എന്നാൽ പലപ്പോഴും പ്രാർത്ഥനയുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ശിഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ ഫോണാകാം, മറ്റു വിധമാകുന്ന സാഹചര്യങ്ങളാകാം. എന്നാൽ നമ്മൾ വ്യക്തിപരമായി സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മറ്റൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് ഓരോ ദൈവ പൈതലും ഉറപ്പുവരുത്തണം. അതാണ് തീർന്ന ശേഷം. കാരണം പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ അവൻ ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. സ്തോത്രം. അവന്റെ ഓരോ വാക്കുകൾ അവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ അത് വളരെ ഗൗരവത്തോടും വളരെ ഉദ്ദേശശുദ്ധിയോട് മാത്രമേ ദൈവസേനയിലായിരിക്കാൻ പാടുള്ളൂ. അതാണ് കർത്താവിന്റെ ശിഷ്യന്മാർ നമുക്ക് തരുന്ന പാഠം. പ്രാർത്ഥിച്ച് തീർന്നപ്പോൾ അവർക്കൊരാഗ്രഹം പ്രാർത്ഥന പഠിക്കണമെന്ന്. സ്തോത്രം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ രീതി. നമ്മുടെ പ്രാർത്ഥന കണ്ട് ദൈവത്തോട് അടുക്കുവാൻ ഒരു വലിയ കൂട്ടം നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഞാനൊരു വലിയ കൂട്ടം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്ക് മുമ്പാകെ ഒരു വലിയ കൂട്ടമില്ലെങ്കിലും അപ്പനായ എൻ്റെ പ്രാർത്ഥന കണ്ട് മക്കളെങ്കിലും അപ്പൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അമ്മ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം വലിയ വിജയമായി മാറി. സ്തോത്രം. ശിഷ്യന്മാർക്ക് കർത്താവിന്റെ പ്രാർത്ഥന കണ്ടപ്പോൾ തോന്നി, ഇതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം. അതിന്റെ അർത്ഥം പലപ്പോഴും ആത്മീയമായ കാര്യങ്ങൾ അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. അത് നമ്മളിൽ നിന്ന് തലമുറകൾ കണ്ട് പഠിക്കേണ്ടതാണ്. സ്തോത്രം. നിർഭാഗ്യവശാൽ ഇന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന രാജ്യം,
ഡ്യൂട്ടി തിരക്കുകൾ, ആമേൻ, ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെങ്കിലും അറിയാം. എങ്കിലും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് തലമുറകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന സമയം എത്രമാത്രമാണെന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. 100% ഉറപ്പായി അത് അവരുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിന്റെ ബേസ്മെന്റ് ആയി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യേശുവിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ശിഷ്യന്മാർക്കും തോന്നി, ഞങ്ങൾക്കും ഇതുപോലെ പ്രാർത്ഥിക്കണം, ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന്. സ്തോത്രം. ശ്രദ്ധിക്കണമേ. 3, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന അറിയാഞ്ഞിട്ടല്ല. നമുക്കറിയാം, ഒരു യഹൂദ കുടുംബത്തിൽ വളരെ നിർബന്ധപൂർവം പ്രാർത്ഥനാ വാചകങ്ങളും ന്യായപ്രമാണത്തിന്റെ വചനങ്ങളും അവനൊരു കുട്ടിയെ അവർ പഠിപ്പിക്കാറുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ആത്മീയരെന്ന് ആമേൻ അഭിമാനം കൊണ്ട് പറയുന്ന നമ്മൾ ഒരുപക്ഷെ എടുക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് എഫർട്ട് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും യഹൂദ കുടുംബങ്ങൾ ചെയ്തു വരാറുണ്ട്. അവർക്ക് പ്രാർത്ഥന അറിയാഞ്ഞിട്ടല്ല. സ്തോത്രം. എന്നാൽ അവരെന്തുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണമേ? അവരുടെ അമ്മയും അപ്പനും പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളാണ് അവർ പ്രാർത്ഥിച്ചു വരുന്നത്. സൺഡേ സ്കൂൾ അധ്യാപകരിൽ നിന്ന് പഠിച്ച പ്രാർത്ഥനയാകാം, സിനഗോഗുകളിൽ നിന്ന് കേട്ട പ്രാർത്ഥനകളാകാം അവർ പ്രാർത്ഥിച്ചു വരുന്നത്. എന്നാൽ അവർ ഇപ്പോൾ ഒരു പുതിയ പ്രാർത്ഥന കാണുന്നു. എന്താണ്? പണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷെ യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു. യേശു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുന്നു. യേശു പച്ചവെള്ളത്തെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വീഞ്ഞായി മാറുന്നു. യേശു കുഷ്ഠരോഗിയെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ശുദ്ധമായി മാറുന്നു. എന്തിനു പറയുന്നു? പ്രാർത്ഥനാപൂർവം മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നു. അപ്പോൾ ശിഷ്യന്മാർ കാണുന്ന ഒരു പ്രാർത്ഥന, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രാർത്ഥന. പ്രാർത്ഥനാ ധ്വനിയുടെ പ്രാരംഭ മീറ്റിംഗിൽ എനിക്ക് നിങ്ങളോട് പ്രബോധിപ്പിക്കാനുള്ളത്, നമ്മുടെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയാകരുത്, സമയം കൊല്ലി പ്രാർത്ഥനയാകരുത്, ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു കേവല മീറ്റിങ്ങുകളായി മാറരുത്. നമ്മുടെ ഈ പ്രാർത്ഥനകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രാർത്ഥനയാകണം. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ്, ആ പ്രാർത്ഥന ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. സ്തോത്രം. ആ പ്രാർത്ഥന, സ്തോത്രം. നമ്മളൊരു വിഷയത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, സാഹചര്യങ്ങൾ എതിരായി വരുമ്പോൾ, ഏത് വിഷയങ്ങളുടെ മുമ്പിലും പതറാതെ പ്രാർത്ഥിപ്പാൻ ഉള്ള ഒരു വരം എനിക്ക് നൽകണമേ എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ ഈ വൈകിയ സമയത്ത് പ്രാർത്ഥിക്കും? ഈ പ്രാർത്ഥനാ ധ്വനിയുടെ പ്രാരംഭ മീറ്റിംഗിൽ തന്നെ അപ്രകാരം നിങ്ങളെ ആ പ്രാർത്ഥന അനുഭവത്തിലേക്ക് കൊണ്ടെത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. സ്തോത്രം. പാരമ്പര്യമായി പഠിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമ്മൾ മിടുക്കരാണ്. ഒരു വാക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാതെ പ്രാർത്ഥിക്കാൻ നമ്മൾ മിടുക്കരാണ്. സ്തോത്രം. വാക്യങ്ങൾ അതിൽ കൃത്യമായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുവാൻ നമ്മൾ മിടുക്കരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം, നമ്മുടെ പ്രാർത്ഥനകൾ വെറും പാരമ്പര്യ പ്രാർത്ഥനകളായി മുഴങ്ങുന്നു എങ്കിൽ നമ്മൾ ആരും ക്രിസ്തുവിന്റെ അനുകാരികളല്ല. ആമേൻ. സ്തോത്രം. ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രാർത്ഥനകളാകട്ടെ. ആമേൻ. അങ്ങനെ ഒരു വരം നമുക്ക് ലഭിച്ചാൽ ഈ ലോകത്തിലെ പാപം നമ്മളെ തോൽപ്പിക്കുകയില്ല, പിശാച് നമ്മളെ തോൽപ്പിക്കുകയില്ല, രോഗം നമ്മളെ തോൽപ്പിക്കുകയില്ല. ഈ ലോകത്തിന്റെ ഒന്നിന്റെ മുമ്പിലും നമ്മൾ തോൽക്കേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അത് പാരമ്പര്യ വാചകങ്ങളല്ല, മറിച്ച് ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. ഇന്ന് വൈകിയ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ജീവിതത്തിൽ എന്നെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും മേഖലകൾ തകർന്ന് ആത്മീയനായി ജീവിച്ചു, ആത്മീയനായി ജനിച്ചത് കൊണ്ട് പെന്തിക്കോസ് പള്ളിയിൽ പോയി അങ്ങനെ ഒരു അനുഭവത്തിൽ പോകുന്ന ആരെങ്കിലും എന്നെ ഈ സന്ദേശം കേൾക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നിങ്ങളോട് ഒരു ദൂത പറയുവാനുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ആരാണെന്ന് അറിയണം. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. ഏത് പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിലും
നീ വിട്ടുകൊടുക്കാതെ, തോറ്റുകൊടുക്കാതെ, ഉടമന ശന്തന റിബന ഘടകച്ചസിയ, എന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ അതിനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഉറപ്പോടെ ഇന്ന് രാത്രി നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് ആ പ്രാർത്ഥന ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. സ്തോത്രം. ഇന്ന് ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. അടുത്ത ചിന്തയിലേക്ക് ഞാൻ പോവുകയാണ്. സ്തോത്രം. കർത്താവ് അവരോട് പറഞ്ഞു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ. 11-ാം അധ്യായം അതിന്റെ സ്തോത്രം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില നാമധേയ ക്രൈസ്തവർ ഇന്നും ആ പ്രാർത്ഥന മാത്രം ചൊല്ലി അതൊരു പാരമ്പര്യ അവരുടെ വിശ്വാസ സഭാ പ്രമാണങ്ങളിൽ അങ്ങനെ എഴുതി ചേർത്ത് കൂടി വരുമ്പോഴും പോകുമ്പോഴും സന്ദർഭ സാഹചര്യങ്ങൾ ഏതായാലും ആ പ്രാർത്ഥന ചൊല്ലാതെ അവർ പോകാറില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പണ്ട് അങ്ങനെ ചൊല്ലിയിട്ടുള്ളവർ ഉണ്ടാകാം. എന്നാൽ കർത്താവ് ഒരു പ്രാർത്ഥനയുടെ ഒരു സ്ട്രക്ചർ അവിടെ വരച്ചു വെച്ചിട്ട് എന്താണ് പ്രാർത്ഥനയുടെ അടുത്ത ആഴം എന്ന് മനസ്സിലാക്കാൻ കർത്താവ് അവിടെ ഒരു ഉപമ പറയുന്നുണ്ട്. ഞാൻ സൂം ആയതുകൊണ്ട് വായിക്കുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ വായിച്ചു വിടാം. 11-ാം അധ്യായം 5-ാം വാക്യം മുതൽ ബൈബിൾ ഉള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കണമേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രി അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാലും, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്ന പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ലെന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടെടുത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിന്റെ 8-ാം വാക്യം എല്ലാവരും ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം വേണ്ടുവോളം അവന്റെ സ്നേഹിതൻ കൊടുക്കും. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ. എനിക്കറിയാം സൂമിനെ സംബന്ധിച്ച് 40 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈവ് പ്രസംഗത്തിന്റെ 2 മണിക്കൂർ എഫക്റ്റ് ആണ്. ആമേൻ, സ്തോത്രം. നിങ്ങൾ പലരും വീഡിയോ ഓണല്ല, നിങ്ങളിപ്പോൾ എന്റെ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഏകദേശം 6 പേര് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, പ്രാർത്ഥന കർത്താവ് ഒരു ഉപമ പറഞ്ഞ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമേ. കർത്താവ് പറഞ്ഞ ഉപമ, ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ ആ സ്നേഹിതന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഒന്ന്, ഏത് സമയത്തും പ്രാർത്ഥിക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ അർദ്ധരാത്രി തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നും നമുക്ക് ഈ രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല. കാരണം നൈറ്റ് ഡ്യൂട്ടിയുടെ ക്രമീകരണങ്ങൾ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 24 മണിക്കൂറും നമുക്ക് വേണ്ടി ഓപ്പൺ ആയ ഒരു കൃപാസനമുണ്ട്. അത് ഓപ്പണാക്കി തന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. എങ്ങനെ തുറന്നു തന്നെന്ന് ചോദിച്ചാൽ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, തത്സമയം സഹായത്തിന് വേണ്ടിയാണ്. അതായത് 24/7 എല്ലാ മണിക്കൂറുകളും ദൈവം നമുക്ക് വേണ്ടി കാതോർക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുള്ള ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയ ബെൻസൺ പാസ്റ്റർ അവിടെ അർദ്ധരാത്രി കഴിഞ്ഞു. സ്തോത്രം. ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ജോയിൻ ചെയ്ത മറ്റുള്ളവരുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഏതു സമയത്തും നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. പിന്നെ അർദ്ധരാത്രിയുടെ പ്രാർത്ഥന അത് ദൈവം അത് ഇരട്ടി നീതിയായി കണക്കിടും. കാരണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ ആമേൻ സ്തോത്രം ആഗ്രഹിക്കുന്നതും അവന്റെ ശരീരത്തിൽ എല്ലാ ക്ഷീണങ്ങളും എല്ലാം വരുന്നൊരു സമയമാണ്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് ആ സ്നേഹിതനോട് ദൈവത്തോട് അർദ്ധരാത്രി എഴുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം വേഗത്തിൽ കേൾക്കും. അത് നമ്മൾ വില കൊടുക്കുന്നതനുസരിച്ച് അതിന് ഇരട്ടി പ്രതിഫലം തരുന്നവനാണ് നമ്മുടെ ദൈവം. എത്ര പേര് സ്തോത്രം പറയും? സ്തോത്രം. ഓക്കെ, ഏതു സമയവും കർത്താവിന്റെ അടുത്തേക്ക് വരുവാൻ നമുക്ക് ദൈവം നമുക്ക് വേണ്ടി കൃപാസനം ഓപ്പൺ ആക്കും. ഇരിക്കട്ടെ, അർദ്ധരാത്രി ചെന്ന് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം. പ്രിയ മാത്യു പാസ്റ്റർ ഞാൻ ഈ സൂം മീറ്റിങ്ങിലാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ ശാന്തനും, ഞാൻ അങ്ങനെ വിശ്വസിക്കട്ടെ, സ്തോത്രം, സൗമ്യനും എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു.
പക്ഷേ ആമേ ഉറക്കത്തിൽ ചെന്ന് വിളിച്ചു നോക്ക്. ഏതൊരു മനുഷ്യനും ആമേ ഉറക്കത്തിൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവര് റിയാക്ട് ചെയ്യും. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ലൈഫിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞവർ വന്ന് കിടക്കുമ്പോൾ വീട്ടിലുള്ളവർ അതൊന്നും വകവയ്ക്കാതെ അവരെ ബഹളമുണ്ടാക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ദേഷ്യം. എങ്കിലും എഴുന്നേൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു കിടക്കുന്നവരാണ് ഡ്യൂട്ടിക്ക് പോകുന്ന പലരും. കാരണം ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമില്ല. എത്ര സൗമ്യനാണെങ്കിലും അവൻ റിയാക്ട് ചെയ്തിരിക്കും. ഇതാ ഒരു മനുഷ്യൻ അങ്ങനെ അർദ്ധരാത്രിയിൽ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയാണ്. ഒന്ന്, ഉറങ്ങിക്കിടക്കുന്നവനെ തട്ടി ഉണർത്താനുള്ള മനസ്സ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഉറങ്ങിക്കിടക്കുന്നവനെ തട്ടി ഉണർത്താനുള്ള മനസ്സ്. അത് നമ്മൾ ആരും പെട്ടെന്ന് ചെയ്യത്തില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് പറയുന്ന ഉപമയാണ്. ഒന്ന്, അർദ്ധരാത്രിയിൽ പോയി. രണ്ട്, ഉറങ്ങിക്കിടക്കുന്നവനെ തട്ടി ഉണർത്ത. അവൻ വെറുതെ ഉറങ്ങിയല്ല, അവൻ കുടുംബമായി പൈതങ്ങളുമായി ഉറങ്ങുന്നു എന്നതിന്റെ അർത്ഥം അവനവിടെ കുടുംബമുണ്ട്, പൈതങ്ങളുണ്ട്. സ്തോത്രം. അവനോട് ചോദിച്ചാൽ അവൻ പറയും, കുഞ്ഞുങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഉറക്കിയത്, അതിനെ ഉണർത്തിയാൽ ഞങ്ങളുടെ ഉറക്കവും കൂടെ പോകും. അതാണ് സിറ്റുവേഷൻ. പക്ഷെ ആ മനുഷ്യൻ വീണ്ടും പോയി കതക് മുട്ടിക്കൊണ്ടേയിരുന്നു. ഇനി തീർന്നില്ല. അടുത്ത് നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്നത് ആഹാരം വായ്പയായിട്ട് വാങ്ങുന്നു അല്ലേ. 3 അപ്പം എനിക്ക് വായ്പയായിട്ട് വരണം അല്ലേ. പണ്ട് ഇല്ലായ്മയുടെ കാലങ്ങളിലൊക്കെ എൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. നമ്മൾ അടുത്തുള്ള വീടുകളിൽ 1 ഗ്ലാസ് അരി, 1 ഗ്ലാസ് മുളക് പൊടി, ഒരു പക്ഷെ എനിക്കറിയത്തില്ല നിങ്ങളുടെ ആ ദേശത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ കടം വാങ്ങിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷേ വെന്ത ആഹാരം, വേവിച്ച ആഹാരം നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തും പോയി വായ്പ വാങ്ങാറില്ല. ആരും പോയി ഒരു പാത്രം ചോറ് ഇന്ന് എനിക്ക് വായ്പയായിട്ട് തരണം, നാളെ വയ്ക്കുമ്പോൾ തിരികെ തരാമെന്ന് നമ്മൾ ആരും പറയാറില്ല. 10 ചപ്പാത്തിയുടെ മാവ് ചോദിച്ചാലും നമ്മൾ ആരും ചപ്പാത്തി വായ്പയായിട്ട് ചോദിക്കത്തില്ല അല്ലേ, ചോദിക്കത്തില്ല. അതാണ് സിസ്റ്റം. പക്ഷെ കർത്താവ് പറയുകയാണ്, പ്രാർത്ഥന അപ്പം വായ്പയായി ചോദിച്ചതിന് തുല്യം. നിങ്ങൾ ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ചു വെക്കണം. അവസാനം പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലാകും. ഇനി തീർന്നില്ല. വിളിച്ചുണർത്തി. അർദ്ധരാത്രി ആ സ്നേഹിതൻ ആ ശബ്ദം കേട്ടാൽ ഉടനെ റിയാക്ട് ചെയ്യും, പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ടാ ആ മനുഷ്യൻ ചെന്ന് വിളിച്ചത്. പക്ഷെ അവിടെ നിന്നുള്ള ചോദ്യമോ, നീ എന്നെ ശല്യപ്പെടുത്തരുത്. എന്റെ ഭാഷയിൽ പറയാം, നിനക്ക് ബോധമില്ലേ? നിനക്ക് കോമൺ സെൻസ് നഷ്ടപ്പെട്ടോ? നിനക്ക് അല്പം മര്യാദ വേണ്ടേ? ഇങ്ങനെയാണോ? ജ്ഞാനം വേണ്ടേ? കുടുംബമായി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്തത് ശരിയാണോ? ഇതൊക്കെയായിരുന്നു അകത്തുനിന്നുള്ള ചോദ്യം. കതക് അടച്ചു, ശബ്ദം കേട്ടില്ലെന്ന് നടിച്ചു. പിന്നെയും ഈ മനുഷ്യൻ അല്ലേ, കർത്താവ് പറഞ്ഞ പദം, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം വേണ്ടുവോളം അവന് നൽകി. എല്ലാവരും രാമയും പറഞ്ഞാട്ടെ. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ മനുഷ്യൻ അപ്പൊക്കെ വാങ്ങി വേഗത്തിൽ തിരികെ വരികയാണ്. എന്റെ പ്രസംഗ ഭാവനയിൽ ഞാൻ നിങ്ങളോട് പറയാം. ഈ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യനെ ഞാൻ തടഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം കണ്ടു. എന്റെ ചിന്തയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം കണ്ടു. അപ്പൊ ചോദിച്ചു, ഇയാൾ എന്ത് കണ്ടേ? ഞാൻ പറഞ്ഞു, നീ ഈ അർദ്ധരാത്രി പാത്തും പതുങ്ങി അവിടെ വന്ന് കതക് തൊട്ടി നീ അപ്പം വായ്പയായി ചോദിച്ചതും. സ്തോത്രം. ദൈവങ്ങളെ ശ്രദ്ധിക്കണം. അപ്പം വായ്പയായി ചോദിച്ചതും. അവിടെ നിന്നിട്ട് നീ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് തിരികെ പോകാൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു, മനുഷ്യ, ഈ മനുഷ്യൻ നിന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞു, ആഹാരം ചോദിച്ചിട്ട് തന്നില്ല അല്ലേ? എന്തെങ്കിലും ഗതികേട് കൊണ്ട് നമ്മൾ ആരോടെങ്കിലും ആഹാരം ചോദിച്ചിട്ട് ആ വ്യക്തി നോ പറഞ്ഞാൽ പിന്നെ നമ്മൾ എനിമോർ അല്ലേ, ഈവൻ അടുത്ത സ്നേഹിതൻ നമ്മളോട് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഉള്ളത് വെച്ചിട്ട് ആരെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. ഈ മനുഷ്യനുണ്ടായ സങ്കടം, അപമാനം എത്ര വലുതായിരിക്കും. ഞാൻ ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ലേ? അവൻ വീട്ടിൽ വന്നവൻ പട്ടിണിയായിട്ട് കിടന്നാലും അഭിമാനമല്ലേ വലുതെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് തിരിച്ചു ചോദിച്ച ചോദ്യം, ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഹേ ദൈവദാസനെ, ഞാൻ അവിടെ പോയതും കതക് മുട്ടിയതും ആ മനുഷ്യൻ എന്നോട് തരത്തില്ലെന്ന് പറഞ്ഞതും പിന്നെ തന്നതൊക്കെ അല്ലേ ഇയാൾക്കറിയാവോ? പക്ഷെ അകത്ത് കിടക്കുന്ന സ്നേഹിതനും ഞാനുമായിട്ടുള്ള അഭേദ്യ ബന്ധം എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. കാരണം ആ ബന്ധം കേവലം ഒരു ബന്ധമല്ല, സ്വന്തം ചോര കൊണ്ട് സ്വന്തം മകന്റെ ജീവൻ തന്ന് വീണ്ടെടുത്ത ബന്ധമാണ് ആ അപ്പനുമായിട്ടുള്ളത്. ആ ബന്ധം ഒരിക്കലും വിച്ഛേദിക്കപ്പെടത്തില്ല.
ആ അപ്പനോട് നമുക്ക് വീണ്ടും 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 ആവശ്യപ്പെടുന്നതോട് നമുക്കൊരു ലജ്ജയുമില്ല. കാരണം നമുക്ക് ചെല്ലുവാൻ, നമുക്ക് ആശ്രയിക്കുവാൻ, നമുക്ക് ഓടിച്ചെല്ലുവാൻ ഒരു പാറയുണ്ടെങ്കിൽ, ഒരു സങ്കേത നഗരമുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പാദപീഠം മാത്രമാണ്. എത്ര പേര് സ്തോത്രം പറയോ? എത്ര പേര് ദൈവത്തെ സ്തുതിക്കോ? ഇന്ന് പകൽ രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം വേണ്ടുവോളം തരും അല്ലേ? അപ്പൻ അവിടുത്തെ ബന്ധം അത് വ്യക്തിപരമായ ബന്ധമല്ല. ആ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം. കാരണം എന്തെന്നറിയാമോ? ആ ബന്ധത്തിന്റെ പിന്നിൽ വില കൊടുത്തത് ജീവനാണ്. പാട്ടുകാരന്റെ ഭാഷയെ പറഞ്ഞാൽ പ്രാണം പോവോളം ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുത്ത ഒരു സ്നേഹബന്ധമുണ്ട്. ആ സ്നേഹത്തിന്റെ മുമ്പിൽ കുറച്ചു നേരം പ്രാർത്ഥന കേട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയമില്ല. കഥക്ക് കുറച്ചു നേരം അടഞ്ഞെന്ന് പറഞ്ഞാൽ വിഷയമില്ല. ഒരുപക്ഷെ കർത്താവ് ഇവിടെ നിന്ന് പറയാൻ ഞാൻ കേൾക്കത്തില്ല എന്നൊരു അനുഭവം നമ്മൾ പോകത്തില്ല. കാരണം നമുക്ക് ആശ്രയിപ്പാൻ അവൻ മാത്രമേ ഉള്ളൂ. ആ കർത്താവ് മാത്രമേ ഉള്ളൂ. ആ ബന്ധമാണ് ദൈവവുമായിട്ടുള്ള നമുക്കുള്ള ബന്ധം. അതാണ് ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ അപ്പനോട് നമുക്ക് ചോദിക്കുന്നതിന് പരിധിയുണ്ട്. കുഞ്ഞു ക്ലാസ്സിലായാൽ പോലും ഭാര്യയോടും ഭർത്താവിനോടും ചോദിക്കുന്നതിന് നമുക്ക് പരിധിയുണ്ട് അല്ലേ? ഒരു മനുഷ്യൻ 1-2 പ്രാവശ്യം തരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ നിൽക്കത്തില്ല. എന്നാൽ ഈ ലോകത്ത് നമുക്ക് എത്ര പ്രാവശ്യം, എപ്പോൾ വേണമെങ്കിലും, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയുവാനും ചോദിപ്പാനും ഒരു കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. നല്ലൊരു അപ്പൻ. ചില ആൾക്കാർ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയൊക്കെ നിർത്തിവെക്കും. ദൈവനോ, അവൻ നമ്മുടെ അപ്പന് നമുക്ക് എപ്പോൾ ഏത് സമയം എന്ത് തരണമെന്നറിയാം. ഇന്ന് ചിലരോടുള്ള ദൈവത്തിന്റെ ആത്മദൂത് വ്യക്തമായി സംസാരിക്കുകയാണ്. നീ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേ ഇരിക്കണം. വേണ്ടുവോൾ എൻ്റെ അപ്പൻ തന്നുകൊണ്ടേയിരിക്കും. എൻ്റെ അപ്പൻ തന്നുകൊണ്ടേയിരിക്കും. എന്റെ കർത്താവ് തന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. നിങ്ങളോട് പറയുവാൻ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മുടെ പ്രിയ അഭിലാഷപുരം ഞങ്ങളുടെ സഭയിലൊരു സജീവ അംഗമാണ്. സ്തോത്രം. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. വെസ്റ്റേൺ സൂപ്പർ മേയറിലെ പ്രവർത്തനം നിങ്ങൾക്ക് ഒരുപക്ഷെ UK ഉള്ളവർ പോലും ഈ സ്ഥലം കേട്ടിട്ടില്ല. ഞങ്ങളും അങ്ങനെ കേൾക്കാത്ത ഒരാളായിരുന്നു. എന്നാൽ ഈ ഒരു കൊച്ചു പട്ടണത്തിൽ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. സ്തോത്രം. ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേ ഇരിക്കണം. നമ്മളെ സ്തോത്രം. അതുകൊണ്ട് ദൈവം നിന്നെ നമ്മളെ ഈ രാജ്യത്ത് കൊണ്ടുവന്നെങ്കിൽ ദൈവം, നമ്മൾ ചിലർ ചിന്തിക്കാറുണ്ട്, ഞാൻ വന്നത് അബദ്ധമാണോ, ഞാൻ സഭ തുടങ്ങിയത് അബദ്ധമായി പോയോ, ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളെ ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ ഡിസിഷൻ തെറ്റുകയിട്ടേ ഇല്ല. ലജ്ജ കൂടാതെ മുട്ടുക. അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. അല്ലാതെ ഉടമന ശബ്ദന രഹസ്യ പാരമ്പര്യവാദികൾ ചൊല്ലി തീർക്കുന്നതല്ല പ്രാർത്ഥന. മറിച്ച് അപ്പനോട് കർത്താവ് ലജ്ജ കൂടാതെ മുട്ടുക. അടുത്ത പദം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. വേണ്ടോളം തന്നെന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? മതിയപ്പ. ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അവസരങ്ങൾ തന്നാൽ, അല്ലെങ്കിൽ പ്രിയ ബെൻസൺ പാസ് അവസരങ്ങൾ തന്നാൽ, നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ പറയാനില്ലേ? കഴിഞ്ഞ നാളുകൾ പടക ശൂന്യമായിരുന്നില്ലേ? കഴിഞ്ഞ നാളുകൾ ഒന്നുമില്ലായ്മയുടെ കാലങ്ങളിൽ നിങ്ങൾ ലജ്ജ കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുട്ടിയില്ലേ? ഇന്ന് ഈ രാജ്യത്ത് വന്നാൽ നമുക്ക് കറുത്ത പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയാൻ പറ്റത്തില്ലേ? എന്റെ അപ്പൻ വേണ്ടോളം തന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന്. ആ തന്ന ദൈവം ഇനിയും തരാൻ വിശ്വസ്തൻ. ഇനിയും നിറയ്ക്കാൻ വിശ്വസ്തൻ. ഇനിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതാൻ ദൈവം വിശ്വസ്തൻ. ഉടമന ഘടകച്ചൊസിയ. അതുകൊണ്ട് ലജ്ജ കൂടാതെ മുട്ടുക. അതാണ് പ്രാർത്ഥന. സ്തോത്രം. ദൈവങ്ങൾ ശ്രദ്ധിക്കണമേ. ഒരു പദം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. ഇവിടെ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദാവീദ് ഒരു വാക്ക് പറയുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ദയ എന്റെ ജീവനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ ദയ. എല്ലാവർക്കും ആ വാക്യം അറിയാം? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ ജീവനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ ദയ. അപ്പൊ നിങ്ങൾ ഈ ദയ എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ദയ. ഞാൻ ദൈവവുമായിട്ടുള്ള അപ്പനോടുള്ള നമ്മുടെ സ്നേഹത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ പദം പറയുന്നത്, ദയ. അപ്പൊ ഈ ദയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കും. ഞാൻ അഭിലാഷ് പ്രദനത്തിനെ വിളിക്കുന്നു. അഭിലാഷ് പ്രദനോട് ഞാൻ പറയുകയാണ്,
നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് റോജിന്റെ ദയയാണെന്ന് പറഞ്ഞാൽ പ്രിയ ബ്രദർ പറയും, നോ, എനിക്ക് നിങ്ങളുടെ ദയ ആവശ്യമില്ല. കാരണം ഒരു മനുഷ്യൻ എത്ര വലിയവനെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ ദയ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഒരാളുടെ ദയ കൊണ്ട് നമുക്ക് ജീവിക്കേണ്ടി വന്നാൽ അത് നമ്മളെ സംബന്ധിച്ച അപമാനമാണ്. ആ അപമാന ഭാരം നമ്മളെ ഡിപ്രഷനിൽ എത്തിക്കും. ശരിയല്ലേ? നമ്മളെ ഡിപ്രഷനിൽ എത്തിക്കും. പക്ഷെ ദാവീദ് പറയുകയാണ്, എന്റെ ജീവനേക്കാൾ വലുതാണ് അവിടുത്തെ ദയ. തിരിച്ചു പറയാം, ഇന്ന് എന്റെ ജീവൻ ജീവിക്കുന്നതിന്റെ കാരണം അവിടുത്തെ ദയയാണ്. ആമേൻ. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ആമേൻ, നമുക്ക് മനുഷ്യന്റെ ദയ ആണ് നമ്മുടെ ജീവിതം എന്ന് പറയും നമുക്ക് നാണക്കേടാണ്. പക്ഷെ എന്റെ ഇന്നത്തെ ആയുസ്സും ആരോഗ്യവും ജീവനെല്ലാം ദൈവത്തിന്റെ ദയ എന്ന് പറയാൻ നമുക്ക് അഭിമാനമാണ്, അല്ലേ? പാട്ടുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ പോവോളം നമ്മൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞാനും ഇന്നായിരിക്കുന്നത് ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ്, അല്ലേ? അതാണ് നമ്മുടെ ഐഡന്റിറ്റി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, എന്റെ ജീവനേക്കാൾ അവിടുത്തെ ദയ. നിങ്ങളുടെ ജീവനിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് പറ, എന്റെ കുടുംബം, എന്റെ മക്കൾ, ഇതിനേക്കാൾ എല്ലാം വലുത് എനിക്ക് ദൈവത്തിന്റെ ദയയാണ്. ഒന്നുകൂടെ തിരിച്ചു പറഞ്ഞാൽ, എന്റെ കുടുംബ ജീവിതവും എന്റെ മക്കളും ദൈവത്തിന്റെ ദയയാണ്. എന്റെ സഭ ദൈവത്തിന്റെ ദയയാണ്. അത് അതാണ് നമ്മുടെ ധൈര്യമാണത്. ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യമാണ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞെന്നറിയാമോ? അങ്ങനെ നല്ലൊരു അപ്പൻ നമുക്ക് വേണ്ടിയുണ്ട്, നല്ലൊരു ദാതൻ നമുക്ക് വേണ്ടിയുണ്ട്. ആ അപ്പനോട് ലജ്ജ കൂടാതെ മുട്ടുക, ആ അപ്പന്റെ ദയയ്ക്ക് വേണ്ടി, അല്ലെ? അടുത്ത കർത്താവ് പറയുകയാണ്, യാചിപ്പീ എന്നാൽ ലഭിക്കും. ഒരു മനുഷ്യന്റെയും മുമ്പിൽ യാചിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ യാചിക്കും. കാരണം ആ അപ്പൻ നമ്മൾ ആരെന്നറിയാം. ഇനി തീർന്നില്ല. സ്തോത്രം. അവൻ 24 മണിക്കൂർ തത്സമയത്ത് ചെല്ലുവാൻ അവൻ നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്റെ സന്ദേശം ഒരു ഹൃദയത്തെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞില്ല, നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിച്ചില്ല, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. സ്തോത്രം. എന്റെ ഒരു കസിൻ ബ്രദർ നീണ്ട 14 വർഷം തലമുറയില്ലാതെ ഭാരപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞു, ചില ചികിത്സകൾ ചെയ്താൽ കിട്ടും. അവർ ആദ്യമൊക്കെ ഓടി നടന്നു, പിന്നെ എന്തൊക്കെയോ കോംപ്ലിക്കേഷനായ ചികിത്സ ചെയ്യണം. അപ്പോൾ ആ ബ്രദർ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ എന്തായാലും കുഞ്ഞിനെ ഡെഡിക്കേഷൻ നടത്തും. ചികിത്സ ചെയ്യുന്നത് തെറ്റോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, ഒരു പക്ഷേ ചികിത്സ ചെയ്ത് എനിക്ക് കുഞ്ഞിനെ ലഭിക്കുമായിരിക്കും, പക്ഷേ പിന്നെ ഞാൻ എങ്ങനെ പറയും ദൈവം തന്ന കുഞ്ഞാണെന്ന്? അങ്ങനെ ആ മനുഷ്യൻ വിശ്വാസത്തോടെ 14 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ദാനമായൊരു പെൺകുഞ്ഞിനെ നൽകി. സ്തോത്രം. കഴിഞ്ഞ നാളിൽ അവരുടെ റിസൾട്ട് നോക്കിയവർ പറഞ്ഞു, ഇത് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വമല്ലാതെ, ദൈവത്തിന്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, പാസ്റ്ററെ, എത്ര നാള് ഞാൻ ഈ കതക് മുട്ടേണ്ടി വരുമെന്ന് ചോദിച്ചാൽ അത് പ്രവചിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിൽ താണിരിപ്പിൻ. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല, ഒരു നാളും അനാഥനായി വിടുകയില്ല. ഒരു നിമിഷം നമുക്ക് കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പായി സമർപ്പിക്കാം. പ്രത്യേകിച്ച് പ്രിയ മാത്യു പാസ്റ്ററിനോട് റിക്വസ്റ്റ്, ഞാനൊന്ന് ലീവ് ചെയ്യും, ചില അത്യാവശ്യ കാരണങ്ങളാൽ. കേൾപ്പ ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. താങ്ക് യു. കേട്ട ആലോചന മുമ്പേ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയെ പറ്റി കേൾക്കുവാൻ ഇടയായി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്ര തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കേട്ടു, ഹല്ലേലൂയ, ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കേട്ടു, എത്ര നാൾ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല, എങ്കിലും ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഹല്ലേലൂയ ഷൈൻ തോമസ് ഹല്ലേലൂയ ഒരു പാട്ട് പാടുന്നതായിരിക്കും. Glasses. H is for hand. ഷൈൻ തോമസ് അത് കാണുന്നില്ല. തുടക്കത്തിലുണ്ടായിരുന്നു, പിന്നെ തുടക്കത്തിലുണ്ടായിരുന്നു.
കാണുന്നില്ല. അഭിലാഷ് ഭാസ്കർ ബ്രദറിന്റെ ഒരു പാട്ട് പാടും. അഭിലാഷ് ബ്രദറെ ഒരു പാട്ട് പാടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാറിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാറിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, എന്നും അന്യനല്ലവൻ. യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. രാവിലും പകലിലും ചേലൊടൂതൻ പാലനം, രാവിലും പകലിലും ചേലൊടൂതൻ പാലനം. ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം, ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നും യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. വലഭാഗത്തായുണ്ടുതാൻ, തണലേക്കുതായിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ. തമ്പൂരാന്റെ തിരുവചനമോർക്കവേ പോമാകവേ, തമ്പൂരാന്റെ തിരുവചനമോർക്കവേ പോമാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. വിശ്വസിക്കുവാനുമെൻ ആശ വെച്ചിടാനുമീ, വിശ്വസിക്കുവാനുമെൻ ആശ വെച്ചിടാനുമീ. വിശ്വമതിലാശ്വസിപ്പാൻ ആശ്രയമെന്നേശുവാം, വിശ്വമതിലാശ്വസിപ്പാൻ ആശ്രയമെന്നേശുവാം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഹല്ലേലൂയ, സ്തോത്രം. ഷൈൻ പറയ്, പ്രൈസ് ലോർഡ്. ഷൈൻ പറയ്, പ്രൈസ് ലോർഡ്. ഷൈൻ ബ്രദർ, ഷൈൻ തോമസ് ബ്രദർ. ഹലോ, പ്രൈസ് ലോർഡ്. ഞാന് പിന്നെ പാടിയത് ഇടയ്ക്ക് കട്ടായി പോകുന്നു, അതാ പിന്നെ ഞാൻ കണ്ടിന്യൂ. വൈഫൈ ഓക്കെ, നമുക്ക് വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനാധ്വനിയുടെ മെയിൻ ഉദ്ദേശം ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഇടിവിൽ നിൽക്കുകയുമാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ചില വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി ഞാൻ എബിച്ചാനെ ക്ഷണിച്ചോളും.
ക്രൈസ്തവരോട് നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ബസ്സനായ സ്വർഗ്ഗപിതാവേ, നിത്യനായ ദൈവമേ, അനുഗ്രഹപ്പെട്ട ദിവസത്തിന്റെ സന്ധ്യാസമയത്തിനായിട്ട് അടിങ്ങൾ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവെ, പ്രാർത്ഥനാ ധ്വനിയുടെ അഭിമുഖത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് ഹല്ലേലൂയ അങ്ങയെ പാടി സ്തുതിപ്പാന് കർത്താവെ, അനുഗ്രഹപ്പെട്ട ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ കൂടെ വീണ്ടും അങ്ങയുടെ ദാസനോട് കേൾക്കുവാൻ കർത്താവെ അടിങ്ങളെ സഹായിച്ചു. കർത്താവെ, തുടർന്ന് കർത്താവെ അടിങ്ങൾ ഹല്ലേലൂയ ചില വിഷയങ്ങളുമായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവെ, അടിങ്ങളുടെ ആവശ്യങ്ങളെ അടിങ്ങൾ അറിയുന്ന ഒരു കർത്താവ് അടിങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. അപ്പൻ ചോദിച്ചെന്ന കൂട്ടുകാരൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ 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 അവൻ മുട്ടിക്കൊണ്ടിരുന്നു കൊണ്ട് കർത്താവെ ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ 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 ഉപമയിൽ കർത്താവ് ഹല്ലേലൂയ അവിടെ പറയുന്നു കർത്താവെ ഹല്ലേലൂയ അവൻ ലജ്ജിക്കാതെ മുട്ടുകയായാൽ ഹല്ലേലൂയ അവനെ തുടർന്ന് ഹല്ലേലൂയ അവൻ ആവശ്യമുള്ള അപ്പം കൊടുത്തുവെന്ന് വചനത്തിൽ നിങ്ങൾ വായിക്കുന്ന കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരാണ് മുഖം ലജ്ജിച്ചു പോതുമില്ല. എളിയോ നിലവിളിച്ച കോപ കേട്ടവനെ സകല കഷ്ടങ്ങളും വിടുവിച്ചു കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ, ഈ സന്ധ്യാസമയം കർത്താവെ അങ്ങയുടെ മക്കളാവുന്ന അടിങ്ങൾ പ്രാർത്ഥനാധ്വനി UK അയർലൻഡിന്റെ നേതൃത്വത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവമേ കർത്താവെ അടിങ്ങളെ ഹൃദയങ്ങളെ ഭാരങ്ങളെ പ്രയാസങ്ങളെ എല്ലാം അങ്ങനെ തിരുപ്പാദങ്ങളിൽ ഇറക്കി വെക്കുന്നു കർത്താവെ. ചില വിഷയങ്ങളെ ഓർത്ത് പ്രത്യേക ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാവുന്ന കർത്താവെ ഹല്ലേലൂയ. ഖത്തർ ദോഹ IPC സഭാംഗം ഹല്ലേലൂയ ബ്രദർ ഷെറിൻ ബോസിന്റെ പിതാവ് പാസ്റ്റർ ബോസ് ഡാനിയൽ IPC പള്ളിക്കൽ ഹല്ലേലൂയ സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ഹോസ്പിറ്റൽ ചികിത്സയിലായിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ അല്പം ആശ്വാസം ലഭിച്ചതിനാൽ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ നില അല്പം ക്ഷീണാവസ്ഥയിലായതിനാൽ വീണ്ടും ഹല്ലേലൂയ പന്തളം ക്രിസ്ത്യൻ മിഷൻ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിച്ചിരിക്കുന്നു കർത്താവെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ. അടിങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു അടിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് കർത്താവെ അടിങ്ങൾക്ക് അങ്ങിലുള്ള ധൈര്യമാകുന്നുവെന്ന് ഹല്ലേലൂയ അങ്ങയുടെ വചനം അടിങ്ങളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ നിങ്ങൾ പിതാവിന്റെ സന്നിധിയിൽ 2 or 3 പേര് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് പിതാവ് മറുപടി തരുമെന്ന് ഹല്ലേലൂയ യേശുപ്പ അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ. അതേ മുട്ടിയാൽ തുറക്കപ്പെടും, യാചിച്ചാൽ ലഭിക്കും, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവെ ഇന്ന് രാത്രികാലം കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ വിഷയങ്ങളെ ഏൽപ്പിച്ച് അടിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രിയ ഹല്ലേലൂയ പിതാവിനായി പ്രാർത്ഥിക്കുന്നത് തന്റെ മകൻ കടന്നു പോകുന്ന പ്രതികൂലത്തെ അറിയുന്ന കർത്താവ് അടിങ്ങളുടെ പ്രതികൂലങ്ങളിൽ അടിങ്ങളുടെ ചാരിയുള്ളൊരു കർത്താവ് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ആ പ്രിയ പിതാവിനെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ തന്റെ മകൻ അനുഭവിക്കുന്ന ഹല്ലേലൂയ പ്രതികൂലത്തിൽ വളരെ ആശ്വാസദായകനായ യേശുവിന്റെ ആ മുറിഞ്ഞ കര നീട്ടി തന്റെ മകനെ ഒന്ന് തലോടണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ മകന്റെ കുറവുകളെ അങ്ങ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിങ്ങൾ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ തിരുമേനിയുടെ വലിയ സാന്നിധ്യം തന്റെ മകന്റെ രോഗക്കിടക്കെ മാറ്റിയിരിക്കണമേ എന്ന് അടിങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദിവസങ്ങളിൽ വേഗത്തിൽ വിടുതൽ പ്രാപിച്ച യേശു എനിക്ക് വലിയ ചെയ്തെന്ന് പറയുവാൻ തക്കണം തന്റെ മകനോടുകൂടി അങ്ങനെ കരയിടിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. തുടർന്ന് കർത്താവെ ബംഗാളിലെ ഗ്രാമങ്ങളിൽ ക്രൈസ്തവർക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിങ്ങൾ ഹല്ലേലൂയ വളരെ സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് മതിയാവോളം വെള്ളം ഹല്ലേലൂയ കോരി കുടിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ അങ്ങേ നാമം പേറുന്ന അടിങ്ങളെ പ്രിയ സഹോദരങ്ങൾ കർത്താവെ വെള്ളം കുടിവെള്ളം ഹല്ലേലൂയ ലഭിക്കാതെ കർത്താവെ അങ്ങയുടെ നാമം വഹിച്ചതിനാൽ കുടിവെള്ളമില്ലാതെ ഭാരപ്പെടുന്നു കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവജനം മരുഭൂമിയിൽ ഹല്ലേലൂയ മോശയോട് ഹല്ലേലൂയ പിറപെടുത്തു കർത്താവെ ഹല്ലേലൂയ. അടിങ്ങൾ ഹല്ലേലൂയ അവർക്ക് വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ അവർ ഭാരപ്പെട്ടു. എന്നാൽ കർത്താവ് ഹല്ലേലൂയ തീക്കൽ പാറിന് തന്റെ ജനത്തിന് വെള്ളം ഹല്ലേലൂയ ഹല്ലേലൂയ നദി പോലെ അവർ അടിങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ അവരുടെ കൂടാരത്തിന്റെ മുൻപിലൂടെ തീക്കൽ പാറയിൽ നിന്ന് ഹല്ലേലൂയ വലിയ ജലപ്രളയം അങ്ങ് തുറന്നു വിട്ടെങ്കിൽ കർത്താവെ ഇന്നും ഹല്ലേലൂയ ജീവിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഹല്ലേലൂയ പശ്ചിമ ബംഗാളിലുള്ള പ്രിയ ക്രൈസ്തവ സഹോദരർക്ക് നിഷേധിക്കപ്പെട്ട ആ വെള്ളത്തെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിങ്ങൾ UK ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രികാലം റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള തടസ്സങ്ങളെ സ്വർഗം നീക്കിയാട്ട് കർത്താവെ ഹല്ലേലൂയ. വലിയ പാറ ആര് ഉരുട്ടി മാറ്റുമെന്നുള്ള ചിന്തയോടെ ചെന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളുടെ മുൻപിൽ കർത്താവെ ഹല്ലേലൂയ പാറയെ ഉരുട്ടി
തൊട്ട് മാറ്റുവാൻ ദൂതനെ അയച്ചുവെങ്കിൽ കർത്താവേ അടിങ്ങൾ വിശ്വസിക്കുന്നു. അടിങ്ങൾ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് അടിച്ചതിന് വാക്കുമാറാത്ത ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാകിയ ഇന്ന് രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കരം പശ്ചിമ ബംഗാളിലേക്ക് നീട്ടുമാറാണമേ. അവിടെ കഷ്ടപ്പെടുന്ന ദൈവജനത്തിന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുമാറാണമേ. കർത്താവേ അസാധ്യങ്ങളെ സാധിക്കുന്ന ദൈവം അടികളുടെ കൂടെ ഉണ്ടെന്ന് ഹല്ലേലൂയ അവിടെയുള്ള അങ്ങയുടെ മക്കൾ അറിയുവാൻ വിശ്വസിക്കുവാൻ ദൈവമേ ഹല്ലേലൂയ വേഗത്തിൽ അങ്ങയുടെ കരം തന്റെ മക്കൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് അവരെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയ. അതുപോലെ തന്നെ ഹാലേലുയ 2 ക്രിസ്ത്യൻ കുടുംബങ്ങൾ കർത്താവെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. ആ പേരുകളുള്ള കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ സ്വർഗീയ കരുണ ഹല്ലേലൂയ ആ കുടുംബങ്ങളെ ചുറ്റിക്കൊള്ളണമേ കർത്താവെ. അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങല്ലാതെ സഹായിപ്പാൻ അടിങ്ങൾക്ക് ആരുമില്ലല്ലോ. സഹായിപ്പാൻ കഴിയാവുന്ന യഹോവയുടെ കരങ്ങൾ ഒരിക്കലും കുറുകി പോയിട്ടില്ലല്ലോ കർത്താവെ. ഇന്ന് രാത്രികാലം അടിങ്ങൾ ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ വചനം വെച്ച പ്രിയ മക്കളെ അങ്ങ് വിട്ടുവയ്ക്കുമാറാണോ. ഹാലേലുയ യോബിന് ചുറ്റും വേലി കെട്ടിയ ദൈവമേ ഹാലേലുയ അവിടെ ഹാലേലുയ പീഡിപ്പിക്കപ്പെടുന്ന ദൈവം മക്കൾക്ക് ചുറ്റും അങ്ങയുടെ സ്വർഗീയ വേലി തീർത്തവരെ പരിപാലിക്കുമാറാണെന്ന് നിങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഹാലേലുയ ഹാലേലുയ സ്തോത്രനാഥ. അതുപോലെ തന്നെ ഹാലേലുയ കടമനാട് ഹാലേലുയ ദൈവമേ ഹാലേലുയ മണ്ണാർ റോഡ് ഷാരോൺ സഭാംഗമായി പ്രിയ ബിജു ഹാലേലുയ 2 കിഡ്നികളും തകരാറായി ഇപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു കർത്താവേ. ഹാലേലുയ ഇന്ന് രാത്രികാലം ഹാലേലുയ പ്രിയ ബിജു തന്നെ അങ്ങനെ കരങ്ങളിലേക്ക് അടിങ്ങൾ ഏക മനസ്സോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മകന്റെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ യേശുപ്പ അങ്ങയുടെ നാമത്തിൽ. ഹാലേലുയ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മശക്തി തന്റെ മകന്റെ മേൽ ഐക്യമാറാണമേ. തന്റെ മകനോട് കുടുംബത്തോട് മനസ്സിൽ തോന്നണമേ കർത്താവേ. ഹാലേലുയ പ്രാർത്ഥന ധ്വനിയായി അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അങ്ങ് ഹാലേലുയ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അങ്ങയുടെ മക്കളെ വേർതിരിച്ചപ്പോൾ ഇന്ന് രാത്രികാലം കർത്താവേ UK ഇരുന്നു കൊണ്ട് അയർലൻഡിൽ ഇരുന്നുകൊണ്ട് അടിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അതിവേഗം സഞ്ചരിക്കുന്ന വചനത്തിന്റെ ശക്തി ഇരുവാൾത്തല മൂർച്ചയുള്ള വചനത്തിന്റെ ശക്തി തന്റെ മകന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ സൗഖ്യം പ്രാപിച്ചിട്ട് യേശു എനിക്ക് വലിയ പറയുമെന്ന് തൊക്കണം സ്വർഗത്തിലെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ കർത്താവേ ഹാലേലുയ ദൈവമേ ഹാലേലുയ ഇപ്പോൾ ഹാലേലുയ കേരളത്തിലും ഇന്ത്യയിലും ഹാലേലുയ ലോകത്തിന്റെ നാനാ ഭാഗത്തും ഹാലേലുയ മയക്കുമരുന്നിന് അടിമത്തത്തിലേക്ക് കടന്നു പോകുന്ന കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവേ ഈ അടുത്ത വർഷങ്ങളിൽ കർത്താവേ ഹാലേലുയ മയക്കുമരുന്നിന് അടിമകളായി തീരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് സംഭവിച്ചിരിക്കുന്നുവെന്ന് ഹാലേലുയ അടിങ്ങൾ അറിയുന്നു കർത്താവേ. കർത്താവേ ഇന്ന് രാത്രികാലം കർത്താവേ ഹാലേലുയ ദൈവമേ ഹാലേലുയ വിഷയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് അടിങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം അയക്കണമേ. അങ്ങയുടെ ശക്തി അയക്കണമേ. ഹാലേലുയ ഹാലേലുയ ദൈവമേ കുഞ്ഞുങ്ങൾ ഹാലേലുയ അടുത്ത തലമുറയിൽ ഹാലേലുയ ദൈവത്തെ ആരാധിക്കാനുള്ളവരാകുന്നല്ലോ കർത്താവേ. അങ്ങനെയെങ്കിൽ കർത്താവേ ഹാലേലുയ ബാലൻ നടക്കേണ്ട വഴിയിലൂടെ അഭ്യസിപ്പിക്കാൻ കർത്താവേ ഹാലേലുയ മാതാപിതാക്കളെ അങ്ങ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിത ലക്ഷ്യബോധമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയും ദൈവപ്രസാദമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ അങ്ങയുടെ കരം കുഞ്ഞുങ്ങളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നിത്യത നഷ്ടപ്പെടുന്നവരായി തീരുവാൻ അനുവദിക്കാതെ അങ്ങയുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന കേൾക്കുന്നവരായി ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ ജ്ഞാനത്തെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. മദ്യപാനത്തിൽ നിന്ന് ഹാലേലുയ മയക്കുമരുന്ന് കുഞ്ഞുങ്ങളെ വിട്ടുവയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് താവേ. മയക്കുമരുന്നിന് അടിമയായി ഹാലേലുയ അനേക മാനസിക സമ്മർദ്ദത്തിലാകി ഹാലേലുയ ഹാലേലുയ അനേക കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന ഈ മയക്കുമരുന്ന് മാഫിയകളെ ഓർത്തടിങ്ങൾ പ്രാർത്ഥിക്കുന്നത് താവേ. ഹാലേലുയ ദൈവമേ ഹാലേലുയ അവരോട് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് താവേ. തലമുറയെ നശിപ്പിക്കാൻ അവരെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നത് താവേ. ലോകമെമ്പാടുമുള്ള മയക്കുമരുന്ന് മാഫിയകളെ അടിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് താവേ. എന്നാൽ അങ്ങനെ വചനത്തിന്റെ ശക്തി മനുഷ്യന്റെ ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നെന്ന് അടിങ്ങൾ അറിയുന്ന താവേ. ഈ ദിവസങ്ങളിൽ സ്വർഗം അവരോട് ഇടപെടണമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ ഭാവി തലമുറകളെ തകർക്കുന്ന എല്ലാ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിനെയും വിഷയത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഹാലേലുയ അങ്ങ് വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലേലുയ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹാലേലുയ അതുപോലെ തന്നെ ഹാലേലുയ മറ്റു വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലേലുയ
പ്രൈസ് ലോർഡ്. നന്ദി കർത്താവെ. ഏൽപ്പിച്ച ഓരോ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ. ഛത്തീസ്ഗഡിലെ ഹാലേലിയ ബിലാസ്പൂരിന് അടുത്തുള്ള ഹാലേലിയ ചക്കർഫാത്തിലെ ഒരു ക്രൈസ്തവ ആരാധനത്തിൽ ജൂൺ 1 ഞായറാഴ്ച രാവിലെ ആരാധന നടക്കുമ്പോൾ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ ആരാധനയും അതിച്ചമച്ച് കരുതി അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ ക്രൂരമായി മർദ്ദിച്ച് ഹാലേലുയ ദൈവമേ ഹാലേലിയ മാരകമായി മുറിവേൽപ്പിച്ചു എന്ന് അതിങ്ങൾ അറിയുന്നുവല്ലോ കർത്താവെ. ഇന്ന് രാത്രികാലം ആ വിഷയത്തെ കരങ്ങേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലുയ കർത്താവെ. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിനടുത്തുള്ള ഹാലേലിയ ചക്കർഫാത്തയിലെ ഹാലേലിയ ക്രൈസ്തവ ആരാധനത്തിൽ ഹാലേലിയ ഞായറാഴ്ച അങ്ങേ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാധന മധ്യത്തിൽ നടന്ന ഹാലേലുയ ദൈവമേ കൊടിയ പീഡനത്തെ ഓർത്ത് അടിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയ അങ്ങയുടെ ദൂതന്മാരെ അങ്ങയുടെ മക്കൾക്ക് ഹാലേലിയ തുണയായി കാവലായി ഭൂമിയിലേക്ക് അങ്ങ് അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ അനേകർ കർത്താവേ അങ്ങയുടെ നാമത്തിനായി കർത്താവേ ഹാലേലിയ വലിയ പ്രതിസന്ധി കൂടെ പ്രതികൂലങ്ങളിൽ കൂടി ഹാലേലിയ കടന്നു പോകുന്ന അടിങ്ങൾ അറിയുന്നു കർത്താവേ. ഹാലേലിയ ഇവിടെ സേഫ് സോണിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും അടിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല കർത്താവേ. എന്നാൽ കർത്താവേ ഹാലേലുയ ദൈവമേ ഹാലേലിയ പീഡനം അനുഭവിക്കുന്ന ദൈവ ജനത്തെ കുറിച്ചുള്ള ഹാലേലിയ ഹാലേലിയ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ഐക്യമാരാണമേ പകരുമാറാണമേ എന്ന് അടിങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിങ്ങൾക്ക് ആശ്രയിപ്പാൻ രഥങ്ങളില്ല കുതിരകളിൽ ആശ്രയിപ്പാൻ യേശുവിന്റെ നാമം അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കർത്താവേ. ഹാലേലുയ ഇന്ന് രാത്രികാലം യേശുപ്പാങ്ങളുടെ നാമത്തിൽ കർത്താവേ അടിങ്ങൾ അങ്ങയോട് അപേക്ഷിക്കാവുന്ന കർത്താവേ. അപ്പാ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ മറ്റ് ഹാലേലിയ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ദൈവ ജനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ ഹാലേലുയ അങ്ങയുടെ സൈന്യത്തെ അയച്ച് ഹാലേലുയ ദൈവ ജനത്തെ വിട്ടുവെക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സങ്കീർത്തനത്തിൽ അടിങ്ങൾ വായിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഹാലേലുയ ഹൂഡമാനബാ ജൂഡമാനബാ അതുനാ റിബനബ റിബരദനമന ദരബ ഹാലേലുയ റീഖല റീബല വേരക ദാനക ദർദ പ്രൗഢവരക്ക തൂനകദാന കർത്താവേ. ഹാലേലുയ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ ഹാലേലുയ അങ്ങയുടെ ഹാലേലുയ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ അങ്ങയുടെ സൈന്യങ്ങളെ കർത്താവേ പീഡിപ്പിക്കപ്പെടുന്ന ഹാലേലുയ മർദ്ദനത്തിൽ ഹാലേലുയ പ്രതികൂലത്തിൽ കടന്നു പോകുന്ന ദൈവജനത്തിന് വേണ്ടി അങ്ങയുടെ സ്വർഗീയ സൈന്യത്തെ അയച്ചാൽ വിട്ടുവെക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഹാലേലുയ 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 വിശ്വാസത്താൽ ഹാലേലുയ സ്വർഗീയ സംരക്ഷണം ഏറ്റെടുക്കുവാൻ ദൈവജനത്തിന്റെ വിശ്വാസത്തെ അങ്ങ് ഇന്ന് രാത്രികാലം വർദ്ധിപ്പിക്കുമാറാണെന്ന് അടിങ്ങളോട് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഹാലേലുയ അങ്ങല്ലാതെ സഹായിപ്പാൻ ആരുമില്ലപ്പാ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നോക്കാതെ ഹാലേലുയ സർവ്വത്തിന് ഉടയവന് സൃഷ്ടാവായി യേശുവിന് ഹാലേലുയ ഇന്ന് രാത്രികാലം അടികൾ നോക്കിക്കൊണ്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത കാര്യം അവിടെ ഇറങ്ങി വരുവാണെന്നാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഹാലേലുയ കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ ഹാലേലുയ മറ്റ് പൊതുവായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും തടിങ്ങൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാവുന്ന കർത്താവേ. പ്രത്യേകിച്ച് ഈ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയ UK-ക്കായി അയർലൻഡിനായി പ്രാർത്ഥിക്കുന്നു കർത്താവിന് കരം പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങല്ലാതെ അടിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലല്ലോ കർത്താവേ. ഹാലേലുയ ഈ രാജ്യങ്ങളെ ഭരിക്കുന്ന ഹാലേലുയ നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ ക്രിസ്തുവിന് വേണ്ടി ശക്തമായി നിന്ന രാജ്യങ്ങൾ ഇന്ന് കർത്താവേ ഹാലേലുയ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവേ. എന്നാൽ രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ ഹാലേലുയ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ ശക്തമായി പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവജനത്തെ അങ്ങ് ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ദൈവജനത്തിന്റെ പ്രാർത്ഥന ഈ രാജ്യങ്ങൾക്ക് കർത്താവേ കോട്ടയായി തീരുവാൻ നോക്കണം ഹാലേലുയ. ദൈവത്തിന്റെ മക്കളെ അങ്ങ് അവരുടെ എടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. അങ്ങയുടെ അത്ഭുത ശക്തി അടിങ്ങളിൽ പകരുമ്പോൾ ഹാലേലുയ അങ്ങ് ചിലത് അടിങ്ങളിൽ പ്രതീക്ഷിക്കുന്നുവെന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിവ് അടിങ്ങളെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. അങ്ങേക്ക് വേണ്ടി വീരതയോടെ നിൽക്കുവാൻ ഹാലേലുയ ഈ പ്രാർത്ഥനകളിലെ ഓരോ അംഗങ്ങളെയും കർത്താവേ പ്രാർത്ഥന വീരന്മാരായി അങ്ങ് തെരഞ്ഞെടുത്തിരിക്കാൻ സ്തോത്രം ചെയ്ത് കർത്താവേ. എന്നാൽ കർത്താവേ ഈ ദിവസങ്ങളിൽ അലസതയെല്ലാം വിട്ടുമാറി ഹാലേലുയ ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കുവാൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗവടിങ്ങളെ സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിങ്ങൾ വിട്ടുപോകുന്ന ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ത്യയിലെ ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങൾ കർത്താവേ ഹാലേലുയ ഹാലേലുയ
ചില മാനസാന്തരപ്പെട്ട ദൈവമക്കൾ ഹാലേലുയ ഹാലേലുയ രാജ്യത്തിന്റെ ഭരണ സിരകളിലേക്ക് കയറി വരുന്നതൊക്കണം, ഭരണത്തിന്റെ ചെയറുകളിലേക്ക് കസേരകളിലേക്ക് കയറി വരുന്നതൊക്കണം. സ്വർഗം ഹാലേലുയ ഹാലേലുയ ഞങ്ങളുടെ അഭിഷിക്തമാരെ ഹാലേലുയ അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ നേതാക്കന്മാർക്ക് ഹാലേലുയ ഹാലേലുയ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കർത്താവേ ഒരു ദൈവിക ഹാലേലുയ ജ്ഞാനം കൊടുക്കണമേ എന്ന് അടിയങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, ദൈവജനത്തെ സംരക്ഷിക്കുവാൻ ഹാലേലുയ 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 ദൈവമേ ഒരു മൊർദെഖായി ഹാലേലുയ ഒരു എസ്തേറിനെ ഒരിക്കലും ഈ ദിവസങ്ങളെ ഹാലേലുയ ദൈവസന ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്ന് കർത്താവേ ദൈവജനം പ്രാർത്ഥിപ്പാൻ ഹാലേലുയ ദൈവജനത്തെ ആ ദൈവജനത്തിന് വിടുതലായി പ്രാർത്ഥിപ്പാൻ കർത്താവേ പ്രാർത്ഥനാ ഓരോ പ്രാർത്ഥനാ വീരന്മാരെ അങ്ങ് ഒരുക്കുമാറാണ് ഇത് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. അപ്പാ ഹാലേലുയ ലോകം പതിയോളം പലവിധമായ പ്രതികൂലങ്ങളെ കടന്നു പോകുന്ന കർത്താവേ ഹാലേലുയ പാൻസിലെ യുദ്ധത്തെ അടിങ്ങൾ അറിയുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധത്തെ അടിങ്ങൾ അറിയുന്നു, റഷ്യയും യുക്രൈനുമുള്ള യുദ്ധത്തെ അടിങ്ങൾ അറിയുന്നു കർത്താവേ ഹാലേലുയ. അങ്ങയുടെ വരവുകൾ കർത്താവേ ഹാലേലുയ ക്ഷാമവും ഭൂകമ്പവും യുദ്ധങ്ങളും നടക്കുമെന്ന് അങ്ങ് പ്രവചിച്ചു പറഞ്ഞത് കർത്താവേ ഈ ദിവസങ്ങളിൽ അടിങ്ങൾ ഓർക്കുന്നത് കർത്താവേ. ഇതൊക്കെ കാണുമ്പോൾ അങ്ങയുടെ വരവ് ഹാലേലുയ പടിവാതിക്കൽ എത്തിയിട്ടുണ്ടെന്ന് ഹാലേലുയ മനസ്സിലാക്കി ദിവസങ്ങളിൽ കർത്താവേ ഹാലേലുയ അങ്ങയുടെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവജനത്തെ അങ്ങ് സഹായിക്കുമാറാണ് ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യുദ്ധങ്ങൾ നടക്കുന്ന ഹാലേലുയ നടക്കുന്ന രാജ്യങ്ങളിൽ അനേക ഹാലേലുയ മനുഷ്യർ കുഞ്ഞുങ്ങൾ കർത്താവേ ഹാലേലുയ ലോകത്തെ മാറ്റപ്പെടുന്ന പോലെ ഹാലേലുയ പ്രതികൂലങ്ങൾ നടക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ കാര്യത്തിന്റെ സമാധാനം ആ സ്വർഗീയ സമാധാനം ഈ ഭൂമിയിൽ ഐക്യമാറാണ് ഇത് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. അങ്ങയുടെ പ്രാർത്ഥനയിൽ കർത്താവേ ഹാലേലുയ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദൈവമേ അങ്ങയുടെ രാജ്യം ഭൂമിയിൽ വരുവാൻ ഹാലേലുയ ഹാലേലുയ ദിനരാത്രങ്ങൾ ഉറക്കമിളച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം ഹാലേലുയ ഹാലേലുയ പ്രാർത്ഥനാ ഓരോ ദാസന്മാരെ അങ്ങ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. അങ്ങയുടെ രാജ്യത്തെ ഹാലേലുയ ഭൂമിയിൽ സ്വീകരിപ്പാൻ ഭൂമിയിൽ എത്തിക്കുവാൻ കർത്താവേ അങ്ങനെ അഭിഷിക്തന്മാരെ ഹാലേലുയ എഴുന്നേൽപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഹാലേലുയ ദൈവമേ ഹാലേലുയ അങ്ങനെ ഏറ്റവും അടുത്തിരിക്കുന്ന ലോക സംഭവങ്ങൾ എല്ലാവരെയും വിളിച്ചോതുമ്പോൾ കർത്താവേ ആ ബുദ്ധിയുള്ള കന്യമാരെ പോലെ ഒരുങ്ങുവാൻ കർത്താവേ ദൈവജനത്തെ അങ്ങ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ അടിയിൽ ഒരാൾ പോലും ഹാലേലുയ ഒരുക്കമില്ലാത്ത ഹാലേലുയ ബുദ്ധിയില്ലാത്ത കന്യമാരെ പോലെ ആയിത്തീരുവാൻ അങ്ങ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഈ ദിവസങ്ങൾക്ക് കർത്താവേ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവരാജ്യം ഭൂമിയിൽ പണിയുന്നവരായി തീരുവെന്നൊക്കെ പുത്തൻ അഭിഷേകത്താൽ ദൈവജനത്തെ അങ്ങ് നിറയ്ക്കുമാറാണമേ എന്ന് അടിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് പ്രാർത്ഥനാധ്വനി ഹാലേലുയ ദൈവമേ ഹാലേലുയ പ്രാർത്ഥനാ ധ്വനിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ബെൻസൺ പാസ്റ്റർക്കായി ഹാലേലുയ 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 സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രതികൂലത്തിൽ പിശാചി തള്ളിയിട്ടുവെങ്കിലും കർത്താവിന്റെ കരം തന്റെ മക്കളോട് കൂടിയിരുന്നുവല്ലോ. ഹാലേലുയ ഹാലേലുയ അങ്ങയുടെ പരിചയം പലകയും ഹാലേലുയ തന്റെ മക്കൾക്ക് തണലായി ഇരുന്നുവല്ലോ കർത്താവേ. ഹാലേലുയ ഒന്നും വ്യസന ഹേതുവാകാതെ കർത്താവ് പരിപാലിച്ച് കർത്താവേ വേഗത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അങ്ങേക്ക് വേണ്ടി അധികം യുദ്ധം ചെയ്യുവാൻ തന്റെ മക്കളെ മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കി തീർക്കണമേ അടിയങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത് യേശുവിന് വേണ്ടി അധികം പ്രവർത്തിപ്പാൻ കർത്താവേ അദ്ദേഹം അനേക ആത്മാക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിപ്പാൻ ഹാലേലുയ ദൈവജനത്തെ ഒരുക്കുവാൻ തന്റെ മകനെ കുടുംബമായിട്ട് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയ പ്രാർത്ഥനാദിനയുടെ വിവിധ ചാപ്റ്ററുകളെല്ലാം ഒത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങ് സഹായിക്കുമാറാണ്. അതിന്റെ നേതൃത്വം നടക്കുന്ന ദാസന്മാരെ എല്ലാം ഹാലേലുയ ആത്മാവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ പ്രാർത്ഥന ദാഹമുള്ളവരായിട്ട് കർത്താവേ ഇതിനുള്ള ഓരോ വ്യക്തികളെ അങ്ങ് നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയ ജീവനത്തിന്റെ ബുദ്ധിമുട്ടിൽ ഓടാതെ ഹാലേലുയ മറിച്ച് ഈ ദിവസങ്ങൾ കർത്താവേ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നവരായി ഹാലേലുയ ഭാരങ്ങളെ പ്രയാസങ്ങളെ അങ്ങനെ സന്നിധിയിൽ ഇറക്കി വെച്ച കർത്താവേ ഹാലേലുയ ലോകത്തിന്റെ സമാധാനത്തിനായി വിടുതലിനായി പ്രാർത്ഥിപ്പാൻ കർത്താവേ അടിയങ്ങളെ ഓരോരുത്തരെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളെ ഭവനങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശത്ത് അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം കർത്താവേ ദൈവമക്കൾക്ക് അങ്ങ് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾ കൂടിയിരുന്ന ചർച്ചകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു അന്ത്യകാല ഹാലേലുയ ശുശ്രൂഷയ്ക്കായിട്ട് ഹാലേലുയ ദൈവദാസന്മാരെ അങ്ങ് ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങൾ കർത്താവേ ഹാലേലുയ ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്ന ലാഭമെന്ന് പൗലോസ്ലിയ എണ്ണിയ പോലെ കർത്താവേ ഈ ദിവസങ്ങളിൽ എണ്ണുവാൻ തക്കൊണ്ട് അടിയുള്ള വിശ്വാസ കണ്ണുകളെ അങ്ങ് തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലടിങ്ങൾ പ്രാർത്ഥനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സകല വിഷയങ്ങളെ വീണ്ടും താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ
ഹാലേലിയ UK-ലും അയർലൻഡിലുള്ള ഹാലേലിയ പ്രാർത്ഥനാതിരിയുടെ ലീഡേഴ്സിനെ എല്ലാം ഒത്ത് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി മെമ്പേഴ്സിനെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊയറിലെ ടീമിലെ ഓരോ മെമ്പേഴ്സിനെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ വ്യക്തികളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പൊ അടിങ്ങളെ മുറ്റുമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണം, സഹായിക്കണം. അങ്ങനെ വലിയ കാര്യങ്ങൾ അടിങ്ങൾ ഓരോരുത്തരും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹാലേലിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളിൽ മേലും കർത്താവിന്റെ കരയിൽ ഇന്ന് രാത്രികാലം ഇറങ്ങി പ്രവർത്തിക്കുന്നതായി സ്തോത്രം ചെയ്ത് കർത്താവെ അടിങ്ങളെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഏക മനസ്സോടെ ഹാലേലിയ പ്രാർത്ഥന വിഷയങ്ങളെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മശക്തി ഹാലേലുയ ധൂനമാന റീഖാലാബ ചൂടൽമാനകദാന വൈറ്റളദാനക വീബലദാനകദാന പ്രൗഢപരകഥൂനകദാന. നന്ദി കർത്താവെ, സ്തുതിക്കുന്നു. ഹാലേലുയ എൻ മനമേ ഹോവേ വാഴ്ത്തുക. എന്റെ സർവ്വാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവേ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ അകത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നമ്മുടെ സകലങ്ങളെ സൗഖ്യമാക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നു, ഹോവയ്ക്കന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹാലേലുയ ധൂനമാന ചൂടാമാന ഷീഖാലാബ റീഖൽമാനകദാന. നന്ദി കർത്താവെ, സ്തുതിക്കുന്നു. അതാ ഭാരങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഹാലേലുയ ദാവീദ് ചെയ്തപോലെ ഹാലേലുയ ഞാൻ എന്റെ കണ്ണുകൾ ഹാലേലുയ പർവ്വതത്തിലേക്ക് ഉയർത്തി എന്റെ സഹായം വിടുന്നു. എന്റെ സഹായ ആകാശ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നുവെന്ന് കർത്താവെ ഹാലേലുയ ആണയിടുവാൻ തക്കണം ദൈവജനത്തിന്റെ നാവുകളെ ഹാലേലുയ അങ്ങ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് രാത്രികാല അടികളെ മുറ്റുമായി താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിഷയം വെച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ മേലെല്ലാം സ്വർഗത്തിലെ കരം അത്ഭുതം പ്രവർത്തിച്ചതായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രാർത്ഥനാതിനിടെ UK-യിൽ അയർലൻഡിലുള്ള ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നതാ. അടിങ്ങൾ ആരും ഒന്നിനും കുറവില്ലാത്തവരെ കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവെ വർദ്ധിച്ചു വരുവാൻ അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഹാലേലിയ അനുഗ്രഹിക്കട്ടെ മീറ്റിംഗിൽ കർത്താവെ ആദ്യോടെന്ന ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിച്ചനായി സ്തോത്രം ചെയ്തു. മാനവമാത്രം എടുക്കണം സകലവടിക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു എബിച്ച. ഇപ്പോൾ ഷൈൻ ബ്രദർ ഒരു പാട്ട് പാടും. അത് കഴിഞ്ഞാൽ വിൽസൺ പാസ്റ്റർ വോട്ട് ഓഫ് താങ്ക്സും ആശീർവാദവും പറയുന്നതായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ? നമ്മുടെ കണ്ണുകളെ ദൈവസേനയെ വീണ്ടും അടച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തോടെ ദൈവസേനയിലായിരിക്കാം. ആ സമയം നമുക്കൊരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഭയം ലേശം വേണ്ടിനിയും മാമയേശു എന്നഭയം വൻതുമ്പനേരത്തിലും യേശുദാനോടിരിക്കും. വൻതുമ്പനേരത്തിലും യേശുദാനോടിരിക്കും. കൺമണി പോലെന്നെ സൂക്ഷിച്ച് ഉള്ളം കയ്യിലെന്നെ വരച്ചു. കൺമണി പോലെന്നെ സൂക്ഷിച്ചു ഉള്ളം കയ്യിലെന്നെ വരച്ചു. പാരനറിയാതെ ഒന്നും വന്നതില്ല തിരുമാർവിൽ ചാരിടും ഞാൻ. പാരനറിയാതെ ഒന്നും വന്നതില്ല തിരുമാർവിൽ ചാരിടും ഞാൻ. ഭയം ലേശം വേണ്ടിനിയും മാമയേശു എന്നഭയം വൻതുമ്പനേരത്തിലും യേശുദാനോടിരിക്കും. വൻതുമ്പനേരത്തിലും യേശുദാനോടിരിക്കും. കർത്തനോടൊത്തു ഞാൻ നടന്നു നിത്യശാന്തി എന്നിൽ പകർന്നു. കർത്തനോടൊത്തു ഞാൻ നടന്നു നിത്യശാന്തി എന്നിൽ പകർന്നു. വെളിപ്പാടിനാൽ ദിനവും
വിശുദ്ധമാം വഴികളിൽ നയിച്ചിടുമേ. വെളിപ്പാടിനാൽ ദിനവും വിശുദ്ധമാം വഴികളിൽ നയിച്ചിടുമേ. ഭയം ലേശം വേണ്ടിനിയും മാമയേശു എൻ അഭയം. വൻതുമ്പമേരത്തിലും യേശു താനെന്നോടിരിക്കും. വൻതുമ്പമേരത്തിലും യേശു താനെന്നോടിരിക്കും. വൻതുമ്പമേരത്തിലും യേശു താനെന്നോടിരിക്കും. താങ്ക് യു ഷൈൻ ബ്രദർ. വോട്ട് ഓഫ് താങ്ക്സിനായി ഞാൻ വിൽസൺ പാസ്റ്ററിനെ ക്ഷണിക്കും. കർത്താവിന്റെ വിലപ്പെട്ട അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം UK ആൻഡ് അയർലാൻഡിന്റെ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാല ഈ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്തതായ ദാസൻ പ്രിയ മാത്യു പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനങ്ങൾ പാടിയ പ്രിയ ബ്രദർ അഭിലാഷ് ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നമ്മുടെ ഷൈൻ തോമസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസന്മാരെ കർത്താവിനെയും ശക്തമായി കർത്താവിന്റെ വയലിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ ആത്മാവ് ഉപയോഗിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരോടുള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ കർത്താവിന്റെ ദാസൻ പ്രിയ റോജിൻ പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ആത്മാവിന്റെ സ്തോത്രം ചിന്തിപ്പിക്കുന്ന നമ്മെ ആത്മാവിൽ ഉണർത്തുന്ന ദൈവത്തോട് അടുപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചന കർത്താവിന്റെ ദാസൻ കൂടി കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. തന്റെ ദാസനോടുള്ള എല്ലാവിധമായ നന്ദിയെ ഈ തരുണത്തിൽ സ്തോത്രം UK ആൻഡ് അയർലാൻഡിന്റെയും സ്തോത്രം പ്രാർത്ഥനാതനുടെയും എന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ പ്രിയ തോമസ് വർഗീസ് ബ്രദറിനെ എടുത്ത് ഉപയോഗിച്ചല്ലോ. തന്റെ ദാസനെ പിന്നെയും പരിശുദ്ധ ആത്മാവ് ശക്തമായി എടുത്ത് ഉപയോഗിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും സ്തോത്രം പ്രാർത്ഥനാധ്വനി UK ആൻഡ് അയർലാൻഡിന്റെ സ്തോത്രം നന്ദിയെ ഇത്തരണത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ പാസ്റ്റർ സിബി പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥനാധ്വനി അയർലാൻഡിന്റെ ചെയർമാനാണല്ലോ. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ സ്തോത്രമാലി കർത്താവിന്റെ ദാസൻ പ്രിയ വെൻസൻ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നിയന്ത്രണത്താൽ ക്രമീകരിക്കപ്പെടുവാനും നടത്തപ്പെടുവാനൊക്കെ കർത്താവിന്റെ ദാസനെ ഈ ദിവസങ്ങളിൽ കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും കർത്താവിന്റെ ദാസനെ കുടുംബമായി ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രതികാലം ഇന്ന് രാത്രികാലം UK ആൻഡ് അയർലാൻഡിന്റെ എല്ലാവിധമായ നാമത്തിലുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്തോത്രം നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സ്തോത്രം ചൊവ്വാഴ്ചയുടെ വൈകിയ സമയത്തിനായി നന്ദി ഈ തിങ്കളാഴ്ചയുടെ വൈകിയ സമയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ തന്റെ ദാസന്മാരെയോട് ദാസിമാരെയോട് ശക്തീകരിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചന പരിശുദ്ധാത്മാവിൽ കൈമാറുവാൻ തന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ചല്ലോ. അതുപോലെ വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ചല്ലോ. കർത്താവ് ഇന്ന് രാത്രികാലം വിവിധ നിലയിൽ ഈ ശുശ്രൂഷയിൽ സ്തോത്രം ഈ മീറ്റിംഗിൽ ശുശ്രൂഷകൾ കൈത്താങ്ങൾ നൽകിയ എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം. തുടർന്ന് കർത്താവെ സ്വർഗത്തിലെ ദൈവമേ
ഈ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ഈ UK രാജ്യത്തിന് അയർലാൻഡിനും ഒക്കെ വലിയൊരു അനുഗ്രഹമായി തീരുവാൻ, അനേക കുടുംബങ്ങൾക്കും സ്തോത്രം പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥി. രാത്രിക്കാൽ പ്രത്യാൽ ഞങ്ങളുടെ ദാസപ്രിയ മെൻസപാസ്റ്റ് കുടുംബത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യാല് ഒരിക്കൽ കൂടി കർത്താവെ സൃഷ്ടിയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. പരിപൂർണ്ണ സൗഖ്യവും ബലവും കർത്താവ് കൊടുത്ത് പിന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉത്സാഹത്തിൽ നിൽപ്പാൻ കർത്താവ് ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥി. പ്രത്യാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ ഈ മീറ്റിംഗിൽ ഇടിയുവാൻ പ്രിയ മത്തിപാസ്റ്റെ കർത്താവ് ശക്തീകരിച്ചല്ലോ. പിന്നെയും കർത്താവ് ഞങ്ങൾ കൂടി വരുവോളം അവിടുത്തെ ചിറകളിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനം നൽകി അവിടുത്തെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ കാര്യങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. രാത്രികാലം ഞങ്ങളെ അനുഗ്രഹത്തോടെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൂടെ എന്നുള്ള പിതാവേ, ആമേൻ, 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 ആമേൻ. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്വജീതാട്ട് സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന ആത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും രാത്രിക്കാൽ കൂടി സകലത്തും സഭയാം കുടുംബങ്ങളോട് ലോകം പഠിഷ്യത്തിൽ പാടും കർത്താവിന്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇറക്കപ്പെട്ടത് കുഞ്ഞാട് മൂലം ചെയ്യുന്ന ദൈവത്തിനെ മഹത്വകരേറ്റിയാട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു എവരിവൺ. താങ്ക് യു.